ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കൊച്ചിയിൽ പട്ടാപ്പകൽ തോക്കു ചൂണ്ടി കവർച്ച. കുണ്ടന്നൂരിലെ സ്റ്റീൽ വിൽപ്പന കേന്ദ്രത്തിൽ നിന്ന് 80 ലക്ഷം രൂപ കവർന്നു. മുഖംമൂടി ധരിച്ചെത്തിയ 5 അംഗ സംഘമാണ് കവർച്ച നടത്തിയത്. കവർച്ച സംഘം സഞ്ചരിച്ച നമ്പർ പ്ലേറ്റ് മൂടിയ നിലയിലായിരുന്നു. ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ആസൂത്രിതമായ കവർച്ചയാണോ അവിടെ നടന്നത്? അരുൺകുമാർ, കൊച്ചി നഗരത്തെ വിറപ്പിച്ച കവർച്ചയാണ് കുണ്ടന്നൂരിൽ നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് തോക്ക് ചൂണ്ടിയും ഒപ്പം വടിവാളടക്കം കാട്ടി ഭീഷണിപ്പെടുത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് ഈ കവർച്ച നടന്നിരിക്കുന്നത്. കസ്റ്റഡിയിലുള്ള സജി നേരത്തെ ഈ കുണ്ടന്നൂരിലെ സ്റ്റീൽ വിൽപ്പന കേന്ദ്രത്തിലെ സുബിന് നൽകിയിരുന്ന വാഗ്ദാനം 80 ലക്ഷം രൂപ നൽകുകയാണെന്നുണ്ടെങ്കിൽ അത് ഇരട്ടിപ്പിച്ച് നൽകാമെന്നുള്ളതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 80 ലക്ഷം രൂപ സുബിൻ ഈ വിൽപ്പന കേന്ദ്രം, അതായത് സ്റ്റീൽ വിൽപ്പന കേന്ദ്രത്തിലേക്ക് എത്തിച്ചിരുന്നത്. അത് എണ്ണുന്നതിനിടയിലാണ് സംഘം മുഖംമൂടി ധരിച്ച് എത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഈ കവർച്ച നടത്തിയിരിക്കുന്നത്. എന്തായാലും സംഘം സഞ്ചരിച്ച കാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ സ്റ്റീൽ വിൽപ്പന കേന്ദ്രത്തിൽ CCTV ദൃശ്യങ്ങളില്ല. പക്ഷേ സമീപത്തുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴേക്കും കാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രധാനമായും പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് സിൽവർ നിറത്തിലുള്ള ഒരു റിഡ്സിലാണ് ഇവർ യാത്ര ചെയ്തതെന്നുള്ളതാണ്. എന്നാൽ റിഡ്സിന്റെ നമ്പർ പ്ലേറ്റ് മറച്ച നിലയിലാണ് ഉള്ളത്. എന്തായാലും ഈ സജി, ഇപ്പോൾ കസ്റ്റഡിയിലുള്ള സജിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ സംഘത്തിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. എറണാകുളം ACPയുടെ നേതൃത്വത്തിൽ വിശദമായ പരിശോധനകളാണ് പ്രതികളെ കണ്ടെത്താനായി നടക്കുന്നത്.